ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നാടൻ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത സാധനമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി ഞങ്ങൾ നല്ല നാടൻ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉള്ളി, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. ഇതിനു വേണ്ടി കഴുകി വെച്ചേക്കുന്ന ബീഫിൻ്റെ കൂടെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കുക്കറിനകത്ത് 3-4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഒരു മൺചട്ടിക്കകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊന്നായി കിട്ടുമ്പോഴത്തേക്കും ഉള്ളി, സവാള ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വരട്ടിയെടുക്കാം. വരണ്ട് വന്ന സമയത്ത് നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വരണ്ട് വരുന്നതിന് ശേഷം നമുക്ക് ഒന്ന് വരട്ടി കൊടുക്കാം നല്ലവണ്ണം. ഇതിൻ്റെ കളറ് മാറുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതൊന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം കളറ് മാറുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ ഇളക്കിക്കൊണ്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നോക്കുക. നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിച്ച എല്ലാം കുളമാകും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വാഴയില വെച്ച് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നല്ല ബീഫ് നല്ല വെന്തതിൻ്റെ മണം കിട്ടും. ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാനുള്ള കൊതി വരുന്നുണ്ട് ഗായ്സ്. നമുക്ക് നല്ലോണം വരട്ടി കൊടുക്കാം. ഇച്ചിരി ലാസ്റ്റായിട്ട് ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. മൊരിഞ്ഞ് കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഇച്ചിരി നേരത്തേക്ക് നല്ല മണമായിരിക്കും. നല്ല തിളയ്ക്കണം. അടുപ്പിൽ കിടന്ന് നല്ല കുറുകുറാന്നുള്ള സൗണ്ട് കൂടെ കേൾക്കണം. ടേസ്റ്റ് ഐസ്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടെന്നോ തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. നമുക്കൊരു ഇലയിലേക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ട്. വായിലേക്ക് ഇപ്പോഴേ വെള്ളം പോകാൻ തുടങ്ങി. നമ്മുടെ പൂപ്പിയും ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയപ്പോൾ തൊട്ട് പൂപ്പി ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു പീസ് പൂപ്പിക്ക് കൂടെ കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മൊരിഞ്ഞ തേങ്ങാക്കൊത്തും ആ ബീഫിൻ്റെ 2 കഷ്ണവും കൂടെ എടുത്ത് എന്തോ ടേസ്റ്റ് ആയിരിക്കും. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോഴേ വെള്ളം പോകാൻ തുടങ്ങി. എന്തോ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇച്ചിരി പൊറോട്ടയും കൂട്ടി കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. Oye, kalla pam nido bara ni. Tadene kiran du vislet. Wow.